എന്നെ സംബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കഥാകാരൻ അല്ലെങ്കിൽ വലിയ സാഹിത്യകാരൻ അതിനേക്കാളൊക്കെ മേലെയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കല്യാണം നടക്കുന്നത് അതിൽ മുഖ്യ കാർമ്മികൻ എന്ന് പറയുന്നത് പൂജാരി അല്ല, അത് വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലത്ത് ആചാരങ്ങളും മതത്തിൻ്റെ മറ്റ് ബാരിയേഴ്സൊക്കെ ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്ന കാലത്ത് ആ ഓർമ്മ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആണ്. അത്ര തന്നെ ഇൻസ്പയറിംഗ് ആണ്. ഇന്നും വൈക്കം മുഹമ്മദ് ബഷീർ വായിക്കപ്പെടുന്നു, ആഘോഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ സംരംഭം എന്ന് പറയുന്നത് ഒരു കൂട്ടം എൻജിനീയേഴ്സിന് തോന്നുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്റ്റിൽ റെലവൻറ്റ് എന്ന് തോന്നുന്നു. അതിൽ അവർക്കുണ്ടായ ഒരു ഇൻസ്പിറേഷൻ, കാരണം നമുക്ക് ബഷീറിൻ്റെ കഥകൾ പല മാതിരി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വായിച്ചിട്ട് ഇൻസ്പയർഡായിട്ട് അത് കൊണ്ട് ഒരു കഥ ഉണ്ടാക്കുക, സിനിമ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് എന്നെ പോലൊരാൾക്ക് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന തോട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ പ്രത്യാശാഭരിതമാണ്.